ഹലോ, അതെ, സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാനാണ്. ആരാ? പത്രത്തിൽ നിന്നാണോ? ചോദിച്ചോളൂ. അതെ, ഉദ്ഘാടനം ഗംഭീരമാക്കാനാണ് തീരുമാനം. നമ്മുടെ പഞ്ചായത്തിൻ്റെ അഭിമാനവും അന്തസ്സും ഉയർത്തിപ്പിടിക്കുന്നതിന് വേണ്ടിയിട്ട് എത്ര ലക്ഷം രൂപ ചെലവാക്കുന്നതിനും പഞ്ചായത്തിന് മടിയില്ല. ലോലിസോ? അതിന് 25 ലക്ഷം രൂപ. മുഴുവൻ സംഖ്യയും നമ്മൾ കൊടുത്തു കഴിഞ്ഞു. പ്രതിഫലം വാങ്ങുന്നില്ല എന്ന് അദ്ദേഹം നേരത്തെ ഒരു ചാനലിൽ പറഞ്ഞു. ശരിയാണ്, പക്ഷേ പിന്നീടത് മാറ്റി പറഞ്ഞല്ലോ. എന്തുകൊണ്ട് സൗജന്യമായിട്ട് ചെയ്തുകൂടെ എന്ന് ചോദിച്ചാൽ അത് അദ്ദേഹത്തോട് ചോദിക്കേണ്ട ചോദ്യമല്ലേ, എന്നോട് ചോദിച്ചിട്ട് എന്താ കാര്യം? ഞാനതിൻ്റെ പ്രോഗ്രാം നോട്ടീസൊക്കെ നിങ്ങൾക്ക് അയച്ചു തരാം. എനിക്കൊരല്പം തിരക്കുണ്ട്, പിന്നീട് വിളിക്ക്. ശരി. ഈ പത്രക്കാരെ കൊണ്ട് സോറി. എന്താ സൂതാ? എന്താ നിനക്കൊരു വിഷമം? എൻ്റെ വിഷമം സാറിന് അറിയാവുന്നതല്ലേ. സാറെന്നൊന്നും വിളിക്കണ്ടോ, അതിലൊന്നും വലിയ കാര്യമില്ല. അതല്ല സത്യശീല, ഭാര്യയ്ക്ക് അസുഖം കൂടി വരിക. ഓരോ ദിവസം കാശിങ്ങനെ ഒരുപാട് ചിലവായി കൊണ്ടിരിക്കും. നീ എങ്ങനെയെങ്കിലും ഒന്ന് സഹായിക്കാതെ. അപ്പോൾ പഞ്ചായത്തിന് 5000 രൂപ കിട്ടിയില്ലേ? അത് നിങ്ങളറിയാണ്ട് എങ്ങനെ എനിക്ക് കിട്ടുക? കിട്ടിയെങ്കിൽ ഞാൻ ഇങ്ങോട്ട് വരുമോ? പഞ്ചായത്തിൽ പൈസയൊക്കെ വളരെ കുറവാണോ. പിന്നെ ഈ ദുരിതാശ്വാസ നിധിയൊക്കെ അടച്ചു വെച്ചിരിക്കുക. അത് തുറന്നിട്ടൊരു 5000 രൂപ നിനക്ക് എടുത്തു തരാൻ എനിക്ക് പറ്റുമോ? എന്നാലും സത്യശീലം വിചാരിച്ചത് നടക്കില്ലേ? അതെ സുഗത, നീ ഇടയ്ക്കിടയ്ക്ക് ഇവിടെ കയറി വന്ന് ഇങ്ങനെ ശല്യപ്പെടുത്തരുത്. അത് വലിയ ബുദ്ധിമുട്ടാണ്. പണക്ക് ശല്യമായില്ലേ? തെരഞ്ഞെടുപ്പ് സമയത്ത് നീ ഇതൊന്നല്ലോ പറഞ്ഞ്. നമ്മൾ കൂട്ടുകാരാണ്, ഒരു പാത്രത്തിൽ നിന്ന് ഭക്ഷണം കഴിച്ചവരാണ്. അടിക്കടി വന്ന് നീ എന്തു വേണമെങ്കിലും ചോദിക്കണം, എല്ലാം ഞാൻ ചെയ്തു തരാമെന്നല്ലേ. അതുകൊണ്ടല്ലേ ഞാൻ തന്നെ വന്ന് കാണുന്നത്. അതെ, അതുകൊണ്ടല്ലേ ഞാൻ പറയുന്നത്. ഞാൻ ചെയ്തു തരാമെന്ന് പറഞ്ഞില്ലേ. ഈ തിരക്കൊക്കെ ഒന്ന് മാറട്ടെ. എന്ത് തിരക്ക്? ഞങ്ങളെപ്പോലുള്ളവരുടെ കാര്യം നോക്കാണ്ടേ. ഈ ഗുസ്തിമേള ഒന്ന് കഴിയട്ടെ. ഈ തിരക്കൊക്കെ ഒന്ന് കഴിഞ്ഞാൽ ഞാൻ തന്നെ പൈസ വാങ്ങിച്ചു തരാം കേട്ടോ. ഇത് കണ്ട, എന്താ ഇതിന്ന് ഞാനിവിടെ അടച്ച നികുതിയാണ്, കെട്ടിട നികുതി. ഈ പഞ്ചായത്തിന് ഞാൻ ചെയ്യേണ്ടതൊക്കെ കൃത്യമായിട്ട് ഞാൻ ചെയ്യുന്നുണ്ട്. പിന്നെ ഞങ്ങൾക്ക് ഇതൊന്ന് സഹായിച്ചു തന്നൂടെ? അത് ചെയ്യണം. നിങ്ങളെപ്പോലുള്ള ആളുകൾ ഉണ്ടായത് കൊണ്ടാണ് നമുക്ക് ഈ മേള ഭംഗിയായിട്ട് നടത്താൻ പറ്റുന്നത്. അതെന്താ സുഖം മനസ്സിലാക്കാത്തത്? അപ്പം ഞാനെന്താ ചെയ്യുന്നത്? നീ ഇനിയിപ്പോൾ തൽക്കാലം പോ. പൈസയൊക്കെ ഞാൻ വാങ്ങിച്ചു തരാം കേട്ടോ. എങ്ങനെയെങ്കിലും ശരിയാക്കി തത്. സാറേന്ന് വിളിക്കണ്ടെന്ന് പറഞ്ഞപ്പോൾ നീന്ന് നിനക്ക് 5000 പോയിട്ട് 5 പൈസ ഞാൻ തരില്ലടാ തേണ്ടി. ഇയാളില്ല എന്ന് പറഞ്ഞാൽ പിന്നെ എങ്ങനെ കയറി ഇറങ്ങണം? എന്തിനാണ് അങ്ങനെ നാണമില്ലാത്തൊരു മനുഷ്യൻ? നാണെന്ന് പറയണ അയാൾക്കില്ല. പിന്നെ ഒരു 5-8 വോട്ട് ആ കുടുംബത്തിലുണ്ട്. ഞാൻ അതുകൊണ്ടാണ് അത് പിണക്കാതെ നിൽക്കണത്. ഇതിപ്പോൾ എന്തെന്ന് പറഞ്ഞിട്ടാ പറഞ്ഞയച്ചത്? ഈ മേളയൊക്കെ ഒന്ന് കഴിയട്ടെ എന്ന് പറഞ്ഞു. അപ്പം അതിനല്ലേ കഴിഞ്ഞ പ്രാവശ്യം വന്നപ്പോൾ നമ്മൾ പറഞ്ഞത് മേളം നേരത്തെ എപ്പോൾ കഴിയാനാണ്? മേള 27-ാം തീയതി കഴിയല്ലേ? ആ മേളല്ല ഞാൻ പറഞ്ഞത്. ഇത് കഴിഞ്ഞിട്ടൊരു ഗുസ്തി മേളം ഉണ്ടല്ലോ ഇവിടെ. കഴിഞ്ഞിട്ടല്ലേ കണക്കിന്റെ കാര്യങ്ങളൊക്കെ അറിയുള്ളൂ. അതെ. അല്ല, നമ്മുടെ വൈസ് പ്രസിഡന്റ് ഒക്കെ പോയി. വൈസ് പ്രസിഡന്റ് രക്ഷപ്പെട്ടു. എങ്ങനെ? മൂപ്പര് ആ കള്ളുഷാപ്പുകാരൻ്റെ കയ്യിൽ നിന്ന് നല്ല കോഴ വാങ്ങിയിട്ട് പ്രതിപക്ഷം ജനങ്ങൾ എല്ലാവരും കൂടെ അളകിയല്ലോ. ഇപ്പൊ ജനങ്ങളെല്ലാരും കൂടെ മേള വന്നപ്പോ മേളയുടെ പിന്നാലെ അത് മറന്നു. ആൾക്കാരൊരു കാര്യം നോക്ക്. അല്ല, ഓരോ മനുഷ്യന്മാരെ ഭാഗ്യാട്ടത്. ഭാഗ്യാണ്. അല്ലാണ്ടെന്താ? അല്ല, സ്റ്റാൻഡിങ് കമ്മിറ്റി ചെയർമാൻ ഒന്ന് സൂക്ഷിച്ചോളൂ കേട്ടോ. ഞാനെന്ത് സൂക്ഷിക്കാൻ? ഇവിടെ ഈ മേളയുടെ സകലമാന പരിപാടിയും ചുമതലൊക്കെ ഇങ്ങടയിലാണെന്നും അതിന് ഇങ്ങനെ കള്ള വൗച്ചർ എഴുതി കായ് കുറെ പോക്കറ്റിലാക്കുന്നുണ്ടെന്നാണ് ജനസംസാരം. ഇതൊക്കെ ഞാൻ അറിഞ്ഞു. പക്ഷേ ഞാൻ ആ ആരോപണം അടിമുടി നിഷേധിക്കുകയാണ്. അടിയും ഇടിയും കിട്ടാണ്ട് നോക്കിക്കോളി. കണക്കൊക്കെ എൻ്റെ കയ്യിലുണ്ട്. കോയ, ആ രേഖകളൊന്നും പുറത്തു വിടരുത്. എനിക്കൊരു 10-12 ലക്ഷം രൂപ കടമുണ്ട്. ആ ഇലക്ഷൻ നിന്നപ്പോൾ പറ്റിയതാണ്. ഞാൻ ഈ മേള കഴിയുന്നതോട് കൂടിയിട്ട് അത് ഒന്ന് വീട്ടിക്കോട്ടെ, അവസാനം വരെ കൂടെ നിൽക്കാന്ന് പറഞ്ഞിട്ട്. ഞാൻ കൂടെ വെക്കണേന് എന്താണ്? എന്റെ കുടുംബത്തെ കാര്യമൊന്നല്ല ഇപ്പൊ നിങ്ങൾ എടുത്ത് ചെലവാക്കണേ. പിന്നെ ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ സൂക്ഷിച്ചോണ്ട് പറയാ. ആൾക്കാരാ ജാതിയാണേ.